മെയിൻ സാധനമുള്ള വെസ്പ. അപ്പോൾ വെസ്പയിലിരിക്കുന്ന കരടിയും വെസ്പയിലിരിക്കുന്ന ഒരാൾ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു സുവനീറുണ്ട്. ഇവിടെ ഈവനിങ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഈവനിങ്ങിൽ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയത് ഒരു ചെറിയ വെട്ടിനെ കണ്ട. ലൈറ്റിങ് മങ്ങി തുടങ്ങി. ഇത് കണ്ടില്ലേ, വണ്ടികൾ നിരനിരയായിട്ട് കിടക്കുന്ന കണ്ടില്ലേ. ഇത് ബസ്സിനുള്ള ട്രാക്കാണ്, അതുകൊണ്ട് ഒറ്റ കാറുകൾ ഈ വഴി കയറില്ല കേട്ടോ. കണ്ടില്ലേ, അടിപൊളി. എവിടെയാണ്? പിസ, ഇറ്റലി. ഞങ്ങൾ ഫ്ലോറൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് വന്ന വഴിക്ക് ഒരു സൗണ്ട് കേട്ടിടാം. അതെന്താണ് നോക്കിയാണ്. കിളികളാണ്, ഒരുപാട് കിളികൾ. ഈ മരത്തിൽ കംപ്ലീറ്റ് കിളികളാണ്. കണ്ടില്ലേ, അതിൻ്റെ ഓരോരോ കംപ്ലീറ്റ് കിളികളാണ്. ഞങ്ങളിങ്ങനെ രാത്രി തിരിച്ച് റൂം ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ സമയത്ത് ഒരു അടിപൊളി മൂഡാണ് ഇതിലെ കൂടി നടക്കുമ്പോൾ. കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എല്ലാവരും കൂടുതൽ അമേരിക്ക, പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നേക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ കേരള ഫിഷ് കറി, പിന്നെ നമ്മുടെ മുട്ട വറുത്തത്, നൈസ് എഗ് ഫ്രൈ, പിന്നെ പുലാവും ഉണ്ട്, നമ്മുടെ കേരള പുലാവും ഉണ്ടത്. ഇത് ലൂക്കിന് പിന്നെ ഇങ്ങനെയുള്ള ഫുഡ്സൊക്കെ പിടിക്കുള്ളൂ. ലൂക്കിന് ഒരു സാൻഡ്വിച്ച്. അപ്പോൾ അതാണ് ഇന്നത്തെ ഡിന്നർ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിന്ന് നമ്മുടെ വെനീസിലേക്ക് പോകാം കേട്ടോ. വെനീസിയ നമ്മുടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെയുള്ള വെനീസിലെ. അപ്പോൾ ആ വെനീസിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി നമ്മുടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ വന്നിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. സൂപ്പർ പാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ടൈമില്ല, നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്കൊരു വണ്ടി കണ്ടിട്ട് അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി സാധനം. ഇത് കണ്ടില്ലേ, വളരെ ചെറുതാണ്ടാ. റെനോൻ്റെ വണ്ടിയാണ്. ബൈക്ക് പോലെ സെറ്റപ്പാണ്, പക്ഷെ 4 വീലറാണ് കേട്ടോ. കൊള്ള സാധനം എന്തായാലും. വെനീസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെനീസിലെ സാന്റാലൂച്ചിയയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മളിവിടെ ട്രെയിൻ സ്റ്റോപ്പ് ആവട്ടെ. ഡോക്കാവെന്ന് തന്നെ ഷിഫ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ടെ. അപ്പോൾ ഇപ്പം തന്നെ എത്തും. വെനീസിയ സാന്റാലൂച്ചിയ. തണുപ്പാ? ഓ, നല്ല തണുപ്പാണല്ലോ. നല്ല മഞ്ഞ്, നല്ല തണുപ്പ്. വെനീസിൽ ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. വെനീസിലും നല്ല തണുപ്പാണ്. വെനീസിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു ഷോപ്പ് ഉണ്ട്. കോടാലിയുടെ ഷോപ്പ് ഉണ്ട്. കോടാലി, നമ്മുടെ കോടാലിയില്ലേ, കൗഡാലി. വെനീസിയ സ്റ്റേഷനിൽ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ടാക്സിക്കാർക്ക് പകരം ഇത് കണ്ടില്ലേ, നമ്മൾ എല്ലാ എയർപോർട്ടിൻ്റെയും എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെയും ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന കുറേ ടാക്സിക്കാരില്ല. ഇവിടെ ഒറ്റ ടാക്സി ഇല്ല. ടാക്സിക്ക് പകരം ഇവിടെ ബോട്ടുകളാണ്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതിന് പകരം ടാക്സി കാറുകൾക്ക് പകരം ഇവിടെ കംപ്ലീറ്റ് ബോട്ടുകളാണ്. ഇത് കണ്ടില്ലേ? അതെ. കുറേ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരുപാട് കുറേ കോസ്റ്റ്യൂംസൊക്കെ അണിഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെനീസിയയിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇറ്റാലിയാനോ. വാവ്,
നൈസ് നൈസ്. നമുക്ക് ഈ ബ്രിഡ്ജ് ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ആ ബ്രിഡ്ജിൽ നിന്നുള്ള നല്ലൊരു വ്യൂ കാണാം. ചെറിയൊരു മൂടൽമഞ്ഞുണ്ട്, അപ്പോൾ അതുകൊണ്ട് വിഷ്വൽ അത്ര ഒരു ക്ലിയർ ആവുന്നില്ല, എന്നാലും അത്യാവശ്യം കാണാൻ സാധിക്കും. കണ്ടില്ല, ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷനാണ് ബസ് പോലെ ബോട്ടുകളാണ്. കണ്ടില്ല, ടാക്സികളൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഏതോ കെട്ടിടം പൊളിച്ച അവശിഷ്ടങ്ങളുമായിട്ട് പോകുന്ന വേറെ 2 ബോട്ടുകൾ കാണാം. അതിന് പുറകിലായിട്ട് ടാക്സി. വെനീസ് കംപ്ലീറ്റ്ലി ബോട്ടാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ. അത് മാത്രമാണ് ഹൈലൈറ്റ്. അതാണ് ഹൈലൈറ്റ് ഇവിടെ ചേട്ടാ. അപ്പോൾ അതെടുത്ത് പറഞ്ഞാലും തീരുന്നില്ല. നമ്മൾ ഒരു സിറ്റി ടൂർ എടുത്തിട്ടുണ്ട്. സിറ്റി ടൂർ. ലൂക്ക കയറിക്കോളൂ. കയറിക്കോ. അവിടെ ചവിട്ടിട്ട് let him to walk because if you pull him he's gonna fall. Yeah. My friend, sit here. പിടിച്ചിരുന്നോട്ടോ പിന്നെ. Yes. Okay. Wait, sir. Yeah. Madam. That side. All right. There. Thank you. Yeah. Guys, അപ്പോൾ നമ്മുടെ വെനീസിലെ ഗൊണ്ടോള ടൂർ, നമ്മുടെ ബോട്ട് ടൂർ ആണ്. ബോട്ടിലാണ് നമ്മൾ, ഗൊണ്ടോളയിലാണ് ഇവിടുത്തെ വെനീസിലെ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കണ്ടില്ലേ, നല്ല ഓളമാണ്. ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റഫാണ്. അതെ നല്ല വേസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റഫാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി. അങ്ങനെ വെനീസിലെ നഗരത്തിലൂടെ വെള്ളത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും 2 സ്ഥലത്തും ബിൽഡിങ്സ് കാണാം. ഒരുപാട് പഴയ ബിൽഡിങ്സ് കാണാം. നമ്മളെവിടെ പോയാലും കാണുന്നത് പോലെ ഒരുപാട് ബിൽഡിങ്സ് കാണാം. ഈ ടൂറ് അരമണിക്കൂർ കേട്ടോ. 100 യൂറോയാണ്, 90 യൂറോയാണ് ഈ ഒരു ട്രിപ്പിന് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇതേ പുറകിൽ ആ ബ്രിഡ്ജ് നമ്മൾ കയറി ഫോട്ടോയൊക്കെ എടുത്ത് ആ ബ്രിഡ്ജ് കാണാൻ സാധിക്കും. അതെ, നമ്മളിത് ഈ കാണുന്ന ചെറിയൊരു കനാലിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ് കേട്ടോ. ഈ കാണുന്ന കനാല് എല്ലാ കനാലും പാസ് ചെയ്യില്ല. ഇവിടെ ആകെ ഏതാണ്ട് 200 ചില്ലാനം കനാൽസ് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ എല്ലാ കനാലിലോട്ടും നമുക്ക് കയറാൻ പറ്റില്ല. ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ മെയിൻ 2 കനാലാണ് കയറാൻ പോകുന്നത്. അതെന്താ ലൂക്ക്? അത് സീകളല്ല, അത് വേറെ ഈ ഒരു ട്രിപ്പ് ഇത് നമ്മുടെ ബക്കറ്റിലിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് കുറെ അധികം നാളായിട്ടുണ്ടായിരുന്നു. ഒരു സ്വപ്നമായിരുന്നു അല്ലേ ഈ ഒരു ട്രിപ്പ്? ഒരു സ്വപ്നമായിരുന്നു ഇതുപോലെ വെനീസില് നമ്മള്. അതെ ഓരോ സിനിമകളിലൊക്കെ കാണും നമ്മളിങ്ങനെ വഞ്ചിക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു സ്വപ്നമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു. ആ സ്വപ്നവും നമ്മൾ സാക്ഷാത്കരിച്ചു കേട്ടോ.